ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന നായികയായ സെംബയാണ്. ഫോണിലധികം റേഞ്ച് പോലും കിട്ടാത്ത ആ നാട്ടിൽ താമസിക്കുന്ന സെംബയുടെ ഏറ്റവും വലിയ ആഗ്രഹം കൊറിയയിൽ പോകണമെന്നായിരുന്നു. അവൾ ഒരുപാട് കൊറിയൻ സിനിമയും ഡ്രാമയൊക്കെ കാണുകയും അതിലൂടെ ആ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്തായിരുന്നു അവൾക്ക് ഈ ആഗ്രഹം മനസ്സിൽ കയറി കൂടിയത്. അന്ന് സ്കൂളിലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ചില കുട്ടികൾ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഗാന്ധിജിയുടെ ഒക്കെ വേഷം ധരിച്ചപ്പോൾ അവൾക്ക് ധരിക്കാൻ കിട്ടിയത് സെംബാവലോ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വേഷമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കൊറിയയിലേക്ക് പോവുകയും അവിടെ ഒരുപാട് കാര്യങ്ങളും ചെയ്തൊരു സ്ത്രീയായിരുന്നു സെംബാവലം. കൊറിയയിലെ പല കാര്യങ്ങളും തമിഴ്നാട്ടിലെ ചില കാര്യങ്ങളുമായിട്ട് സാമ്യമുള്ളതുമാണ്. അതൊക്കെ ആ സ്ത്രീ മൂലം ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. അന്നു മുതലേ അവളുടെ മനസ്സിൽ കൊറിയയിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവളുടെ ഈ കൊറിയൻ ഭ്രാന്ത് കാരണം വീട്ടുകാർക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങ് മാറിക്കോളൂന്നാണ് അവളുടെ അച്ഛൻ വിചാരിച്ചിരുന്നത്. അവളുടെ അച്ഛൻ അവിടെ ചെറിയൊരു ഹോട്ടൽ നടത്തുകയായിരുന്നു. ഈ ഹോട്ടൽ വലിയൊരു ഹോട്ടലാക്കി മാറ്റിയ ശേഷം അത് സെംബയെ ഏൽപ്പിക്കണമെന്നതായിരുന്നു അയാളുടെ ആഗ്രഹം. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് മണിയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി വലുതായപ്പോഴേക്കും അവർ പരസ്പരം പ്രണയിക്കാനും ആരംഭിച്ചു. കൊറിയയിൽ പോകാനുള്ള ഇവളുടെ ആഗ്രഹത്തെ പറ്റിയെല്ലാം തന്നെ മണിക്ക് നന്നായിട്ട് അറിയാം. ഭാവിയിൽ അവളുടെ അച്ഛന്റെ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് അവളുടെ അച്ഛൻ അവളെ അടുത്തുള്ള കോളേജിൽ വിട്ടിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവൾക്കാകട്ടെ കൊറിയയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹവും. അത് കാരണം ഇവള് അതിനെപ്പറ്റി എന്തെങ്കിലും ലോൺ കിട്ടുമെന്ന് ചോദിക്കാൻ ബാങ്കിൽ ചെല്ലുന്നു. എന്നാൽ ബാങ്കിലെ മാനേജർ പറയുന്നുണ്ട്, കൊറിയയിൽ പോകാൻ വേണ്ടിട്ട് ലോൺ കിട്ടില്ല, നീ അവിടെ എന്തെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസ ലോൺ വേണമെങ്കിൽ ശരിയാക്കി തരാമെന്ന്. അത് മാത്രമേ നിനക്ക് ലോണിന്റെ കാര്യത്തിൽ ട്രൈ ചെയ്യാൻ പറ്റൂ. എന്ത് ചെയ്യണമെന്നറിയാതെ അവളിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. കൊറിയയിൽ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് വേണം. എന്നാൽ വീട്ടിലാകട്ടെ ഇവൾക്ക് ഇപ്പോൾ കല്യാണാലോചന നടക്കുകയാണ്. അവൾക്കാകട്ടെ മണിയാണല്ലോ ഇഷ്ടം. അവൾ മണിയെ കുറെ തവണ വിളിക്കുന്നു. അവനാകട്ടെ ഫോൺ എടുക്കുന്നില്ല. പ്രാരാബ്ദങ്ങൾക്കും കടങ്ങൾക്കും ഇടയിലായിരുന്നു മണിയുടെ ജീവിതം. അവിടെയുള്ളൊരു ബാറില് വെയിറ്ററായിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. വീട്ടിൽ തനിക്ക് കല്യാണാലോചന തുടങ്ങി. അച്ഛനോടൊന്ന് വന്ന് നമ്മുടെ കാര്യമെങ്കിലും സംസാരിക്കാൻ അവളെ കുറെ അവനെ നിർബന്ധിച്ചെങ്കിലും അവൻ പറയുന്നുണ്ട്, ഒരു നല്ല ജോലി പോലും ഇല്ലാതെ എനിക്കിപ്പോ ഈ കാര്യം വന്ന് വീട്ടിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന്. ഓൾറെഡി കടവും പ്രശ്നങ്ങളുമാണ്. കൂടാതെ ഞാൻ ഈ ബാറിലാണ് ജോലി ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്നാണ് അവൻ പറയുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഉത്സവത്തിന്റെ എന്നും മറ്റും ഇവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതെല്ലാം ഇവളുടെ അച്ഛൻ കാണുന്നു. അതോടെ ഇവർ തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അയാളാകട്ടെ പെട്ടെന്ന് തന്നെ സെംബയ്ക്ക് മറ്റൊരു കല്യാണാലോചന കൊണ്ടുവരുന്നു. ആ പയ്യനാകട്ടെ സെംബെ ഇഷ്ടപ്പെട്ടു എന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അവൾക്ക് കൊറിയയിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ ഹണിമൂൺ അവിടെ ആക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് മണിയെ ചതിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. അത് കാരണം അവൾ നേരെ മണിയോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നു. നീ ഇനിയെങ്കിലും അച്ഛനോടൊന്ന് വന്ന് സംസാരിക്കാൻ പറയുന്നു. പക്ഷെ ആ സമയം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടിട്ട് അവളുടെ അച്ഛൻ അവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും നടക്കില്ല, ഇവൻ നിനക്ക് ചേരുന്ന പയ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് ഇവനെ തന്നെ മതിയെന്ന്. ആ സമയം അവള് അച്ഛന്റെ കൂടെ പോകുന്നില്ല, മണിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒടുവിൽ മണി പറയുന്നുണ്ട്, നിനക്ക് എന്റെ കൂടെ തന്നെ നിൽക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം, ഈ നാട് വിട്ട് വേറെ എവിടെങ്കിലും പോയി താമസിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവിടെ നിന്നും സിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ അവളെ ആക്കിയ ശേഷം അവൻ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൾ അച്ഛനെ അമ്മയൊക്കെ വിളിച്ചെങ്കിലും അവരാരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവളോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല. രണ്ടുപേരും രണ്ട് ഏരിയയിലാണല്ലോ താമസിക്കുന്നത്. ഒരു ദിവസം അവനാകട്ടെ അവളെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ആകാൻ പറ്റില്ല എന്ന്. മുമ്പിലൊരു ഫ്രണ്ടിന്റെ കൂടെ ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനി എന്തായാലും അതൊന്നും നടക്കില്ല. നീ ആഗ്രഹിച്ച പോലെ നമുക്ക് കൊറിയയിലേക്ക് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതുകൊണ്ട് നല്ല ജോലി കിട്ടും. പതിയെ കൊണ്ട് ഞാനൊരു ജോലി ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം നല്ല ക്യാഷ് സമ്പാദിക്കാം. എല്ലാവരുടെയും മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുകയും ചെയ്യാം. എന്നാൽ കൊറിയയിൽ പോകണമെങ്കിൽ തന്നെ നല്ല ക്യാഷ് വേണ്ടതെന്നാണ് അവൾ ചോദിക്കുന്നത്. അതൊക്കെ ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാമെന്നാണ് അവൻ പറയുന്നത്. ഏജൻസിയോട് ഞാനെല്ലാം സംസാരിച്ചു. അവർ ഉറപ്പായിട്ട് നിനക്ക് അവിടെ നല്ലൊരു ഹോട്ടലിൽ ജോലി വാങ്ങിത്തരുമെന്നും അവരെ വിശ്വസിക്കാമെന്നുമാണ് മണി പറയുന്നത്. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഇവരുടെ വിസയെല്ലാം ശരിയായി. അന്ന് രാത്രി അവർ കൊറിയയ്ക്ക് പോവുകയായിരുന്നു. സാധനങ്ങളുമായിട്ട് ഹോസ്റ്റലിൽ നിന്നും സെംബ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. മണിയാകട്ടെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണെന്നും നീ ചെക്ക് ഇൻ ചെയ്തോ, ഞാൻ ഉടനെ തന്നെ വന്നേക്കാമെന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. അവള് ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടും അവനെ കാണുന്നില്ല. വിളിച്ചപ്പോൾ ഞാൻ ദാ എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട്, ഇപ്പൊ വരുമെന്ന് പറയുന്നു. പോകുന്നതിന് മുമ്പ് എന്തായാലും അവൾ അമ്മയെ കൂടി ഒന്ന് വിളിക്കുന്നു. ആ സമയമാണ് അവൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അറിയുന്നത്. അവളുടെ അച്ഛനാകട്ടെ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് മണിയുടെ റൂമിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ച പോലെ ലോൺ ശരിയായിട്ടുണ്ട്, ഈ ക്യാഷ് എങ്കിലും അവൾക്ക് കൊടുക്കാൻ പറയുന്നു. എന്നാൽ അവൾക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകുന്നാണ് മണി അവളുടെ അച്ഛനോട് പറയുന്നത്. എന്നാൽ അയാൾ അവിടെ തന്നെ നിന്നു. അവൻ വീണ്ടും തിരിച്ചിറങ്ങി വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ഞാൻ അവളോട് പോയി പറഞ്ഞപ്പോൾ അവൾക്ക് കാണാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ എന്ന്. ഈ കാശെങ്കിലും അവളുടെ കയ്യിൽ കൊടുക്കണം, അവൾക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കാശ് അവന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ അത് അവൾക്ക് ലോൺ കിട്ടിയ കാശൊന്നും ആയിരുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശായിരുന്നു. അവളുടെ നല്ലൊരു ജീവിതത്തിന് അത് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ട് അയാൾ കൊടുത്തതാണ്. ആ കാശ് കിട്ടിയത് കൊണ്ടാണ് മണി സെംബയോട് പറഞ്ഞത് നമുക്ക് കൊറിയയിലേക്ക് പോകാമെന്ന്. മണി ഇത്രയും കാര്യങ്ങൾ തന്നിൽ നിന്നും മറച്ചു വെച്ച് തറിഞ്ഞിട്ട് അവൾ ആകെ തകർന്നു പോയി. പെട്ടെന്ന് അവള് മണിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ മണി
മണി ഫോൺ എടുക്കുന്നില്ല. അവനാകട്ടെ അവളുടെ കൂടെ കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ നേരെ മുംബൈക്കുള്ള ഫ്ലൈറ്റിലാണ് കയറിയത്. അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷുമായിട്ട് അവൻ മുംബൈയിൽ പോയിട്ട് തന്റെ ഫ്രണ്ടിന്റെ കൂടെ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. മണി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പതിയെ സെമ്പയ്ക്ക് മനസ്സിലായി. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അവൾ ആ ഫ്ലൈറ്റിലിരുന്നത്. തിരിച്ചിറങ്ങി പോകാനും വയ്യ. ഒരുപാട് സന്തോഷത്തോടുകൂടി കൊറിയയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച അവൾ കരഞ്ഞുകൊണ്ടാണ് കൊറിയയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പലതവണ മണിക്ക് മെസ്സേജ് അയച്ചെങ്കിലും അവൻ ഒന്നിനും റിപ്ലൈ കൊടുത്തില്ല. അവൾ വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ സങ്കടത്തോടുകൂടി അവൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ ഒരാളാകട്ടെ കുറച്ച് ആൾക്കാരെ മാജിക് കാണിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ അടുത്തേക്കും വന്ന് ചെറിയൊരു മാജിക് കാണിച്ചിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനുള്ളിൽ ചെറിയൊരു നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നിടത്താണ് പലതും തുടങ്ങുന്നതെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൾക്കത് കൊടുത്താലും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫേസ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു പുതിയ തുടക്കമായിരിക്കാമെന്ന് കരുതിയിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് ഒരു ടാക്സി പിടിച്ചു പോകുന്നു. മണിയുടെ ഒരു വോയിസ് മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. ഞാൻ നിന്നെ ചതിച്ചൊന്നും നീ കരുതണ്ട. നിന്റെ നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ ചെറുപ്പം മുതലേ കൊറിയയിൽ പോകണമെന്ന് ആഗ്രഹിച്ചതല്ലേ, അതെങ്കിലും എനിക്ക് സാധിച്ചു തരണമെന്ന് തോന്നി. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് അവൾക്ക് ദേഷ്യമാണ് വരുന്നത്. വീട്ടുകാരെയെല്ലാം വെറുപ്പിച്ച് അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് അവനിപ്പോൾ ചതിച്ചിട്ട് ആരെ അറിയാത്തൊരു നാട്ടില് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുകയാണ്. എന്താണെങ്കിലും പിറ്റേന്ന് രാവിലെ തന്റെ പാസ്പോർട്ടൊക്കെ ബാഗിലാക്കി അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ബസ്സിലേക്ക് കയറിയപ്പോഴാകട്ടെ അവിടെ ക്യാഷ് എടുക്കില്ല. ബസ് കാർഡ് കൊടുത്തെങ്കിലേ പറ്റൂ. അത് കാരണം അവൾ തിരിച്ചിറങ്ങി നടക്കാൻ ആരംഭിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയായിരുന്നു. അവസാനം ഒരു സോജു ഷോപ്പ് കണ്ടതും അവൾ അവിടെ കയറി മദ്യപിക്കാമെന്ന് കരുതി. മദ്യപിച്ച് കുറച്ച് ധൈര്യമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മണിയെ വിളിച്ചിട്ട് ചീത്ത വിളിക്കാമെന്നായിരുന്നു അവൾ ചിന്തിച്ചത്. കുറച്ചുനേരം മദ്യപിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അത്യാവശ്യം നല്ല പോലെ കിക്കായിട്ടുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതാകട്ടെ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും ചേർന്നിട്ട് വഴക്കിടുന്നതാണ്. ആ പയ്യനാകട്ടെ അവളെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. ആ പയ്യൻ അവളെ ഒഴിവാക്കുകയാണെന്ന് അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. മണിയോടുള്ള ദേഷ്യമെല്ലാം കാരണം അവൾ അവിടുത്തെ ബില്ല് പോലും കൊടുക്കാതെ പുറത്തേക്കിറങ്ങി ഓടി ആ പയ്യന്റെ മുഖത്തടിക്കുന്നു. മണിയോടുള്ള ദേഷ്യം മുഴുവൻ ആ പയ്യനോട് അവൾ തീർക്കുകയായിരുന്നു. ആ പെൺകുട്ടിക്കും മനസ്സിലായി അവൾ തന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന്. തന്റെ അവസ്ഥ ഈ പെൺകുട്ടിക്കും വരരുതെന്ന് ചിന്തിച്ചിട്ട് സെമ്പ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ കരയേണ്ട കാര്യമില്ല, അവൻ പോന്നെങ്കിൽ പോട്ടെ, നീ വിഷമിക്കാതിരിക്ക്, അവനെയൊന്നും വിശ്വസിക്കാത്തത് തന്നെയാ നല്ലതെന്ന്. അവൾക്കാകട്ടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അവരെല്ലാം നല്ല ദേഷ്യത്തിലാണെന്നറിയാം. അതിനിടയ്ക്ക് അവൾക്ക് അവളുടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കോള് വരുന്നുണ്ട്. ആ പയ്യൻ നിന്നെ ചതിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. നീ എന്തിനാ ഇനി ആ നാട്ടിൽ നിൽക്കുന്നത്, തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ഇത്രയും നാണക്കേട് സഹിച്ചിട്ട് ഞാൻ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതും ഇതൊക്കെ പറയും, അതുകൊണ്ട് തൽക്കാലം ഞാൻ വരുന്നില്ല എന്ന് തന്നെയാണ് അവള് പറയുന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വന്ന് അവളെ അറസ്റ്റ് ചെയ്യുന്നു. അവള് നേരത്തെ ഒരു പയ്യനെ അടിച്ചില്ലേ, അതിന്റെ പേരിലായിരുന്നു അവളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവൾക്കാകട്ടെ എന്തിനാ തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഭാഷയൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ അവൾക്ക് മനസ്സിലാകൂ. അവള് ചിന്തിക്കുന്നത് താൻ ആ ബാറിൽ കാശ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം തന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നാണ്. പക്ഷെ കുറച്ചു കഴിയുമ്പോഴേക്കും ഒരു പയ്യനാകട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അവരെ ഒരു വീഡിയോ കാണിക്കുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടി നിരപരാധിയാണെന്നും ആ പയ്യനെ ഇവൾ അടിക്കാൻ കാരണം ആ പയ്യൻ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ്, അല്ലാതെ ഇവള് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അവൾക്കൊരു വാണിംഗും കൊടുത്തിട്ട് അവരവളെ വെറുതെ വിട്ടു. ഇവളെ രക്ഷിക്കാൻ വന്ന ആ കൊറിയൻ പയ്യന്റെ പേര് ജൂൻജെ എന്നായിരുന്നു. അവൾ ഇന്ത്യൻ ആണെന്നൊക്കെ മനസ്സിലായപ്പോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വലിയൊരു ഹോട്ടലില് ജോലിക്ക് വന്നതാണ്, നിന്റെ സഹായത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോകുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും അവളുടെ പിറകെ ചെല്ലുന്ന കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇവിടെ അടുത്താണ് എന്റെ അമ്മയുടെ വീട്, ഞാൻ അവിടേക്കാ പോകുന്നത്, നിന്നെ ഒന്ന് ഫോളോ ചെയ്ത് വന്നതല്ലാന്ന്. പിന്നെ ഇവിടെ അത്രയ്ക്ക് സേഫ് ഒന്നുമല്ല, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നിൽക്കണമെന്ന് അവളോട് പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ പുച്ഛിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അവൾ റെഡിയായി ഇറങ്ങി ഒരു ഷോപ്പിൽ നിന്ന് ബസ് കാർഡും വാങ്ങി ബസ് കയറി തന്റെ കയ്യിലുള്ള ഹോട്ടലിന്റെ അഡ്രസ്സ് തേടി പോകുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അത് ചെറിയ എന്തോ ബാറ് പോലത്തെ ഹോട്ടലാണ്, അല്ലാതെ വലിയ ഹോട്ടലൊന്നുമല്ല. പെൺകുട്ടികൾക്ക് ഒട്ടും സേഫ് അല്ല. അവളെ ഏജൻസിക്കാർ പറ്റിച്ചതാണ്. ആ സങ്കടത്തില് അവൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തലേന്ന് കണ്ട ജുന്നിനെ അവൾ വീണ്ടും അവിടെ വെച്ച് കാണുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട്, തലേന്ന് നീ ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് ആണെന്നുള്ള കാര്യം, നിന്നെ അവര് പറ്റിച്ചതാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവളാകട്ടെ ജുന്നിനോട് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, കാശും വേണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന്. അവളിതെല്ലാം ഇംഗ്ലീഷിലായിരുന്നു പറയുന്നത്. ജുന്നിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അവൻ അവൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇംഗ്ലീഷ് അത്ര വശമുള്ളതല്ല. അത് കാരണം അവൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ അവൻ അവൾക്ക് കൊടുത്തു. നീ എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജുൻ പറയുന്നുണ്ട്, ഞാനൊരു യൂട്യൂബർ ആണെന്ന്, വ്ളോഗിങ്ങും മറ്റോ ഞാൻ ചെയ്യുന്നത്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, കുറച്ച് കാശൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു. എനിക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ വന്നിരിക്കുന്ന കുറെ വേക്കൻസീസ് എടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതലും ക്ലീനിങ് ജോലിയും മറ്റുമായിരുന്നു. ക്ലീനിങ് ജോലിയൊന്നും എനിക്ക് വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെറ്റ്സിനെ നോക്കുന്ന ജോലി ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അവൾ ചെന്ന് നോക്കുമ്പോഴാകട്ടെ അവിടെയുള്ള പെറ്റ്സിനെ മുഴുവൻ കുളിപ്പിക്കുന്ന ജോലിയായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു ക്ലോത്ത് ഷോപ്പിലെ പാക്കിംഗ് ജോലിക്ക് ചെന്നപ്പോഴാകട്ടെ അറിയാതെ അവളുടെ കൈ തട്ടിയിട്ട്
അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്ചു വീഴുകയും അവർ അവളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങുകയും ചെയ്തു. അവിടെയും ജോലി കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവൾ ആകെ സങ്കടത്തിൽ നടക്കുകയായിരുന്നു. ആ സമയം വഴിയരികിലായിട്ട് ഒരു പയ്യൻ വയലിൻ വായിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം തന്നെ അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ജോലി അന്വേഷിച്ചിറങ്ങിയിട്ടും അവൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. ഒടുവിൽ ജുന്നാകട്ടെ അവൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ തൊട്ടടുത്ത ബിൽഡിംഗിലായിരുന്നു അവനും താമസിക്കുന്നത്. എവിടെയും ജോലി കിട്ടാതെ അവൾ ആകെ വിഷമത്തില് ഒരു റിവറിന്റെ സൈഡിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയം തലേന്ന് വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ആ പയ്യൻ അവിടെ എല്ലാവർക്കും വേണ്ടി വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. ഇവള് സങ്കടത്തിലിരിക്കുന്ന കണ്ടിട്ട് ഇവൾ ഇന്ത്യൻ ആണെന്ന് മനസ്സിലാക്കി ഒരു ഇന്ത്യൻ മ്യൂസിക് അവൻ തന്റെ വയലിൻ ഉപയോഗിച്ച് വായിച്ചു. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാം ഓക്കെ ആകുമെന്ന് അവൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ജുന്നാകട്ടെ സെമ്പയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വാ, നിനക്ക് പറ്റിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന്. അങ്ങനെ ജുന്നവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ബിസിനസ്മാനെ കാണാനായിരുന്നു. അയാളുടെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, വീട്ടിലെ ക്ലീനിങ് ജോലിയും നോക്കണം. അതായിരുന്നു ജുൻ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ജോലി. എന്നാൽ പറഞ്ഞു വരുമ്പോ ഇതിപ്പോ വേലക്കാരിയുടെ ജോലിയല്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവളെ സംബന്ധിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിലേ പറ്റൂ. കയ്യിൽ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ആ ജോലിക്ക് അവൾ ഓക്കെ പറയുന്നു. വീട്ടിൽ പോലും അവൾ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് ഇവൾ വരുമ്പോഴേക്കും ആ വീട്ടിലെ യജമാനത്തെയും പുറത്തേക്ക് പോകും. അവർ രാത്രി 8 മണിക്ക് തിരിച്ചു വരൂ. 8 മണിയാകുമ്പോഴേക്കും ഇവൾക്കും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. അങ്ങനെ കണ്ടീഷൻ എല്ലാം ഓക്കെ പറഞ്ഞിട്ട് സെമ്പ ജോലി ആരംഭിച്ചു. ആ ഓണറിന്റെ അമ്മയാകട്ടെ ഒരേ കിടപ്പായിരുന്നു. അവരുടെ ശരീരം എല്ലാം തന്നെ അവൾ തുടച്ചു വൃത്തിയാക്കി അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡും കൊടുത്തിട്ട് വീടെല്ലാം അവൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. അവൾ ചെന്ന് നോക്കുമ്പോൾ ഗ്രാനിയാകട്ടെ കട്ടിൽ തന്നെ കിടക്കുകയാണ്. പക്ഷെ അവിടെ ടേബിളിലിരുന്ന ഒരു ചെറിയ സ്റ്റാച്ചു താഴെ വീണ് കിടക്കുന്നു. ഇതെങ്ങനെ വീണുന്ന് ചിന്തിച്ച് അവൾ അതെടുത്ത് തിരിച്ചു വെച്ചിട്ട് വീണ്ടും തന്റെ ജോലി തുടർന്നു. 8 മണിക്ക് ഓണേഴ്സ് വന്നപ്പോഴേക്കും അവൾ തന്റെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വീണ്ടും അവള് ഈ ഗ്രാനിയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നു. പതിവ് പോലെ ഓണേഴ്സ് എല്ലാം പോയിട്ട് അവൾ ഗ്രാനിയെ ക്ലീൻ ആക്കി അവർക്ക് ആഹാരവും കൊടുത്തിട്ട് വീടെല്ലാം ക്ലീൻ ആക്കുകയായിരുന്നു. ആ സമയം തലേന്ന് കേട്ട അതുപോലൊരു സൗണ്ട് അവൾ വീണ്ടും ഗ്രാനിയുടെ റൂമിൽ നിന്ന് കേൾക്കുന്നു. ഈ പ്രാവശ്യം അവൾ പേടിച്ചാണ് റൂമിന്റെ അടുത്തേക്ക് പോയത്. കതകിന്റെ അടിവശത്തു കൂടി നോക്കിയപ്പോ ഉള്ളിലാരോ നടക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. കീഹോളിലൂടെ നോക്കിയപ്പോൾ ആ ഗ്രാനിയും കീഹോളിലൂടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പേടിച്ചു പോയ അവളാകട്ടെ താഴെ ഓടിപ്പോയി. അവിടെ എന്തെങ്കിലും പ്രേതമുണ്ടോന്നാണ് അവൾ ചിന്തിച്ചത്. പിറ്റേന്ന് രാവിലെ കുറച്ച് ഭസ്മമൊക്കെ നെറ്റിയിലിട്ടുകൊണ്ടായിരുന്നു അവൾ ജോലിക്ക് വന്നത്. ഗ്രാനിയുടെ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് ചിന്തിച്ചു തന്നെ അവൾ റൂമിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അകത്താരോ നടക്കുന്ന പോലെ കേട്ടതും അവൾ പെട്ടെന്ന് വാതിൽ തുറക്കുന്നു. ആ സമയമാണ് അവൾക്ക് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത്. ആ ഗ്രാനിക്ക് ഒരു കുഴപ്പമില്ല. അവരവിടെ മിഠായിയൊക്കെ തിന്ന് നടക്കുകയായിരുന്നു. കിടപ്പിലാണ് എന്നുള്ള രീതിയിൽ അവർ അഭിനയിക്കുകയായിരുന്നു. അവരാകട്ടെ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നും എന്റെ മകന്റെ വാച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നിന്നെ പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. മുമ്പ് ഇവിടെ ജോലിക്ക് വന്നിരുന്ന പല സർവൻസിനെയും ഇവരങ്ങനെയായിരുന്നു അവിടെ ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അവരറിയാതെ അവരുടെ ബാഗില് വില കൂടിയ വസ്തുക്കൾ എടുത്തിടും. എന്നാൽ സെമ്പ പറയുന്നുണ്ട് ഞാനിത് ആരോടും പറയില്ല എന്ന്. അങ്ങനെ അവളും ഗ്രാനിയും തമ്മിൽ ഒരു ഡീലിലെത്തുന്നു. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചായിരുന്നു അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഗ്രാനിയാകട്ടെ ഇവളെയും കൊണ്ട് പുറത്തു പോവുകയും ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുകയും കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 8 മണിക്ക് മുന്നേ ഇവർ രണ്ടുപേരും വീട്ടിലെത്തിയ ശേഷം ക്ലീനിങ് ജോലിയും മറ്റും തീർത്തിട്ട് ഗ്രാനി പഴയ പോലെ ബെഡിൽ തന്നെ കിടക്കും. അവരുടെ മകന്റെയും മരുമകളുടെയും മുന്നിൽ അവരാകട്ടെ കിടപ്പ് രോഗിയെ പോലെ അഭിനയിച്ചു തന്നെ കിടക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രിയാകട്ടെ സെമ്പ കിടന്നുറങ്ങാൻ നേരത്ത് മുകളിൽ നിന്ന് വല്ലാതെ ഒച്ച കേൾക്കുന്നുണ്ട്. അവള് തന്റെ റൂമിന്റെ മുകളിൽ പോയി നോക്കുമ്പോൾ അവിടെ 2 പയ്യന്മാര് ഗിത്താറും ബാൻഡും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഗ്രാനിയുടെ വീട്ടിൽ അവൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവൾ ചെന്നു കഴിഞ്ഞ ഉടനെ ഗ്രാനിയാകട്ടെ അവളെയും കൂട്ടി പുറത്ത് കറങ്ങാൻ പോകും. കൂടെ ജുന്നു ഉണ്ടായിരുന്നു. അവൻ അവന്റെ വ്ലോഗിങ്ങും മറ്റുമായിട്ട് ഇവരുടെ കൂടെ തന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയാണ്. സെമ്പയെ സംബന്ധിച്ച് അവൾക്ക് കാശുണ്ടാക്കിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഗ്രാനിയുടെ കൂടെ ഈ കള്ളത്തരത്തിന് അവൾ നിൽക്കുകയാണ്. ഇവിടുന്ന് കാശ് സമ്പാദിച്ചിട്ട് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് മണി വാങ്ങിയ കാശ് മുഴുവൻ അച്ഛന് തിരിച്ചു കൊടുക്കാൻ. ഗ്രാനിയുടെ കൂടെയുള്ള ഈ പുറത്തുപോകലെല്ലാം തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഗ്രാനിയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ജോലിക്ക് കയറി 3ാമത്തെ ദിവസം എന്റെ കള്ളത്തരം പിടിച്ചില്ലേ? ഇതിനു മുൻപ് നിന്നവരൊക്കെ 10 ദിവസം കഴിഞ്ഞിട്ടാ കള്ളത്തരം പിടിച്ചത്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ മറ്റുള്ളവരെ പോലെ എന്നെ ചതിക്കില്ലാന്ന് തോന്നിയത് കൊണ്ടാ നിന്നെ എന്റെ കൂടെ നിർത്താൻ ഞാൻ തീരുമാനിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാമെന്ന് എന്റെ മകൻ പറഞ്ഞതാ. പക്ഷെ ഞാനാ അവനോട് പറഞ്ഞത് എന്നെ നോക്കാൻ നീ തന്നെ നിന്നാ മതിയെന്ന്. എനിക്ക് വേണ്ടി സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൾ ആ ഗ്രാനിയോട് പറയും. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് അവർക്കും അവരുടെ ഭർത്താവിനും ഒരു ഹോട്ടലുണ്ടായിരുന്നുവെന്നും ആ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയതെന്നും. കുട്ടികളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിവാഹം കഴിച്ചു പോയി. കുറച്ചുനാൾ കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് മരിച്ചു. ഞാനും ഒറ്റയ്ക്കായി. ഒരു ദിവസം എന്റെ മകനാകട്ടെ എന്നെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ എന്നെ കൊണ്ടുവന്നത് അവന്റെ കുട്ടികളെ നോക്കാനായിരുന്നു. ആ വീട്ടിലെ ജോലികളും ചെയ്ത് അവന്റെ കുട്ടികളെ നോക്കി അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനും സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്താനുമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവർ സ്വയം
അതൊന്നും ചെയ്യാതെയാകും. അവരുടെ കാര്യങ്ങൾ അവർ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുഖമില്ലാത്ത പോലെ അഭിനയിച്ച് കിടന്നത്. എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി സ്വന്തം കാര്യം നോക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സെംബയാകട്ടെ അവരോട് ഒരു ദിവസം വന്ന് പറയുന്നുണ്ട്, ഗ്രാനിയുടെ ആഗ്രഹം പോലെ ഗ്രാനിക്ക് ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്ന്. ഗ്രാനിയുടെ കൂടെ ഞാനും ഉണ്ടാകും. എന്റെ അച്ഛന് നാട്ടിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അച്ഛന്റെ കടയിലെ ഗാർലിക് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു. ഗ്രാനിക്ക് ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രാനിയുടെ കൂടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് അത് തുടങ്ങാമെന്നാണ് അവള് പറയുന്നത്. അത് കേട്ടപ്പോൾ ഗ്രാനിക്ക് സമ്മതമായി. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ജുന്നിനോട് ഈ കാര്യം പറയുന്നു. അവർ 3 പേരും ചേർന്നാണ് പിന്നീട് ഹോട്ടലിനെ പറ്റി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്നത്. പലയിടങ്ങളിലും പോയിട്ടും ഒന്നും ശരിയായില്ല. പലയിടത്തും റെന്റ് കൂടുതലായിരുന്നു, അതല്ലെങ്കിൽ പറ്റിയ സ്പേസ് കിട്ടുന്നില്ലായിരുന്നു. ആകെ തളർന്നു പോയി അവരാകട്ടെ ഒരു കോഫി കുടിക്കാൻ കയറുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഷോപ്പ് അന്നും കൂടി ഉള്ളൂ എന്ന്. അവർ ഈ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റീഓപ്പൺ ചെയ്യുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ പുതിയ ആൾക്കാർക്ക് ഈ ഷോപ്പ് ഇവിടുത്തെ ഓണർ കൊടുക്കും. അത് കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഓണറിന്റെ നമ്പർ അപ്പൊ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർ കോൾ ചെയ്യുന്നു. ആ ഓണർ മറ്റാരോ ആയിരുന്നില്ല, നമ്മുടെ സെംബെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസുകാരനായിരുന്നു. അയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അയാൾ ഓക്കെ പറയുന്നു. പക്ഷെ വാടക കറക്റ്റ് ആയിട്ട് തരണം. സെംബെ നോക്കി അയാൾ പറയുന്നുണ്ട്, വേറെ ആരും വാടക തന്നില്ലെങ്കിലും നീ ആരെങ്കിലും അടിച്ചിട്ടാണെങ്കിലും വാടക എനിക്ക് തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ആ ഹോട്ടലിന് ഗ്രാനീസ് കിച്ചൺ എന്ന് പേരുവിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയിരുന്നു. ഇതിനോടകം തന്നെ സെംബ അവിടെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ജുന്നിനെ കൂടാതെ ആ വയലിൻ വായിച്ചുകൊണ്ടിരുന്ന പയ്യനോട് അവൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായി. കൂടാതെ അവളുടെ റൂമിന്റെ മുകളിൽ ഗിത്താറും ബാൻഡും ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ 2 പയ്യന്മാരില്ലേ, അവരും അവളുടെ സുഹൃത്തായി മാറി. ആദ്യം അവളുടെ ഒരു പെൺകുട്ടിയെ കാമുകനിൽ നിന്ന് രക്ഷിച്ചില്ലേ, ആ പെൺകുട്ടിയും ഇവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ഷോപ്പിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഗ്രാനിയുടെ കൂടെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പാർട്ട് ടൈം വർക്കറിനെ ആവശ്യമുള്ളത് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ വരുന്നു. തന്റെ അച്ഛന്റെ കടയിൽ ഉണ്ടാക്കിയിരുന്ന ഗാർലിക് ഡിഷും ഇവിടുത്തെ കൊറിയൻ ഡിഷും എല്ലാം ചേർത്ത് അവള് പുതിയൊരു ഡിഷ് ഉണ്ടാക്കി പലർക്കും സെർവ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരുപാട് ഫേമസ് ആവുകയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹോട്ടലിൽ നിന്ന് നല്ല വരുമാനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 7 മണി വരെ ഹോട്ടൽ ഓപ്പൺ ചെയ്ത് വെക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗ്രാനിയെ വീട്ടിൽ കൊണ്ട് കിടത്തും. കാരണം 8 മണിക്ക് ഗ്രാനിയുടെ മകൻ വരുമല്ലോ. അതിനു മുമ്പ് എല്ലാം പഴയതുപോലെ തന്നെയായിരിക്കണം. പകൽ സമയങ്ങളിലൊക്കെ ഗ്രാനി ഈ ഹോട്ടലിൽ പോയി ജോലി ചെയ്യുന്നതൊന്നും തന്നെ അവരുടെ മകൻ അറിയില്ലായിരുന്നു. ജുന്നിന്റെ ചാനൽ മാത്രം അധികം വളരുന്നില്ല. പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയ നീ കണ്ടെത്തണമെന്നാണ് സെംബ അവനോട് പറയുന്നത്. നീ മ്യൂസിക് ട്രൈ ചെയ്യുന്നതാ നല്ലത്. ഞങ്ങളുടെ തമിഴ് മ്യൂസിക്കും നിങ്ങളുടെ K-pop മ്യൂസിക്കും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് ഓഡിയൻസിനെ ഉണ്ടാക്ക്. K-pop മ്യൂസിക് ഒക്കെ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് പോലും അതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നത്. അതുകൊണ്ട് നിനക്ക് വേറെ രാജ്യത്ത് നിന്നും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അവള് പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി. പിറ്റേന്ന് ഇവരെല്ലാവരും ചേർന്ന് കിംചി ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളാകട്ടെ ഈ ഐഡിയയെ പറ്റി എല്ലാവരോടും പറയുന്നു. മ്യൂസിക് അറിയാവുന്ന ആൾക്കാരാണല്ലോ അവിടെ എല്ലാം ഉള്ളത്. അവരെല്ലാവരും ചേർന്നിട്ട് ഒരു ബാൻഡ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ആ ഗ്രാനിയുടെ മകനാകട്ടെ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ വീക്കെൻഡിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാകില്ല, നീ നൈറ്റ് കൂടി ഗ്രാനിയുടെ കൂടെ സ്റ്റേ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അവൾ അതിനെല്ലാം ഓക്കെ പറയുന്നു. അവരുടെ മകനില്ലാത്ത സ്ഥിതിക്ക് അന്നത്തെ ഡേയും നൈറ്റും അവർക്ക് അടിച്ചു പൊളിക്കാമായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് പുറത്തു പോവുകയും അവരുടെ സോങ്ങിന്റെ പ്രാക്ടീസ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് സെംബയെ നാട്ടിൽ നിന്നും അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിലാണെന്ന്. അവനും അവന്റെ കൂട്ടുകാരനും കൂടെ നടത്തിയ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ആ കൂട്ടുകാരൻ ഇവന്റെ മേലേക്ക് കേസ് കൊടുത്തു. നിന്നെ അവൻ പറ്റിച്ചതല്ലേ, നിനക്ക് വേണമെങ്കിൽ അവന്റെ മേൽ കേസ് കൊടുക്കാമെന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ലാന്ന്. എനിക്കിപ്പോ അച്ഛന്റെ അമ്മയുടെ വിവരങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. അങ്ങനെയിരിക്കും ഒരു ദിവസം ഈ ഗ്രാനിയുടെ മകന് ആരുടെയോ മെസ്സേജ് വരുന്നു. നിന്റെ അമ്മയെപ്പോലൊരാള് ഈ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഗ്രാനിയുടെ മകൻ ഈ ഗ്രാനീസ് കിച്ചണിലേക്ക് വരുന്നു. തന്റെ മകനെ കണ്ടതും ഗ്രാനി സെംബയും ഒളിച്ചിരിക്കുകയാണ്. പാർട്ട് ടൈമിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഗ്രാനിയുടെ മകന് ഡിഷ് കൊണ്ട് സെർവ് ചെയ്യുന്നത്. ആ കിംചി കഴിച്ചപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി ഇത് തന്റെ അമ്മ ഉണ്ടാക്കിയതാണെന്ന്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കാന്ന് കരുതിയിട്ട് ഗ്രാനിയുടെ മകൻ അവിടെ നിന്നും പോയി. പക്ഷെ അയാൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഗ്രാനി ഇല്ലെങ്കിൽ അയാൾ ഈ കാര്യങ്ങൾ ഉറപ്പിക്കും. തന്റെ മകൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്റെ സ്കൂട്ടിയിൽ സെംബയുടെ കൂടെ അവർ വീട്ടിലേക്ക് പോകുന്നു. ഗ്രാനിയുടെ മകൻ കാറിൽ അവിടെ എത്തിയപ്പോഴേക്കും ഗ്രാനി സംശയമൊന്നും തോന്നാത്ത രീതിയിൽ തന്റെ ബെഡിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇവരുടെ മ്യൂസിക് ബാൻഡ് വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അവർക്ക് വലിയൊരു കമ്പനിയിൽ നിന്നും ഒരു കൊളാബ് ഓഫറും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇവരുടെ സോങ് ഷൂട്ട് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പറ്റിയൊരു ഡയറക്ടറിനെ വേണം. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട്, സെംബെ എന്നടിച്ച എന്റെ എക്സ് ലവർ ഒരു ഡയറക്ടറാണെന്ന്. ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. പക്ഷെ ക്യാഷിന് എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിക്കുകയായിരുന്നു. ആ സമയം സെംബയുടെ മനസ്സിൽ താൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാശിനെ പറ്റിയുള്ള ചിന്ത വരുന്നു. അതെല്ലാം അവള് ഗ്രാനിയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഹോട്ടലിൽ നിന്ന് കിട്ടിയതും ഗ്രാനിയുടെ വീട്ടിൽ ജോലി ചെയ്ത് കിട്ടിയതുമായിട്ടുള്ള കാശെല്ലാം അവരുടെ കയ്യിലാണ്. അവരോട് അവൾ ആ കാശ് ഈ ബാൻഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഗ്രാനി അവളെ വഴക്ക് പറയുന്നു. നിന്റെ അച്ഛന് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ബാൻഡിന് വേണ്ടി നീ വെറുതെ ആ
കാശൊന്നും കളയണ്ട. പക്ഷെ ഞാൻ ഈ ബാൻഡിന് വേണ്ടി ആ കാശ് ചെലവാക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടും. അച്ഛന്റെ കാശ് ഞാൻ പിന്നെ തിരിച്ചു കൊടുത്തോളാം. എന്താണെങ്കിലും നിന്റെ ഇഷ്ടമാണ്, നിന്റെ കാശാണ്, നീ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ ഗ്രാനി അവളോട് പറയുന്നു. അങ്ങനെ അവൾ ഗ്രാനിയുടെ കയ്യിൽ നിന്ന് ആ കാശ് വാങ്ങുന്നു. അവൾ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ കൂടെയുള്ള എല്ലാവരെ പറ്റിയും ചിന്തിക്കുന്നത് ആലോചിച്ചപ്പോൾ ഗ്രാനിക്കും അവളെ കുറിച്ച് ആലോചിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. അവൾ കാശുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്താണ് ഗ്രാനിയുടെ മകനും മരുമകളും അവിടേക്ക് വരുന്നത്. ബാഗ് ഒതുക്കി പിടിച്ചവൾ പോകുന്ന കണ്ടതും ആ മരുമകൾക്ക് ഡൗട്ട് തോന്നുന്നു. എന്താ നിന്റെ ബാഗിലെന്ന് ചോദിച്ചിട്ട് അവർ അവളുടെ ബാഗ് പരിശോധിക്കുന്നു. പണം കണ്ടതും നീ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുകയായിരുന്നില്ലെന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട് ഇത് എന്റെ ക്യാഷ് ആണെന്ന്. പക്ഷെ അവർ പോലീസിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗ്രാനി താഴേക്കിറങ്ങി വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അത് അവളുടെ ക്യാഷ് ആണെന്ന് പറഞ്ഞിട്ട്. തന്റെ അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ആ മകനും മരുമകളും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും ദിവസം അമ്മ അഭിനയിക്കുകയായിരുന്നു അല്ലേ? സെമ്പയുടെ ബാഗിൽ നിന്നും അവരുടെ ഹോട്ടലിലെ ഏപ്രനും കൂടി കണ്ടതോടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പകൽ സമയം അവളും ഗ്രാനിയും ചേർന്നിട്ട് ആ ഹോട്ടൽ നടത്തുകയാണെന്ന്. അമ്മ എന്തിനാണ് ഇത്രയും കാലം അഭിനയിച്ചെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് എനിക്ക് എന്റേതായ ഒരു ജീവിതം ഉണ്ടെന്ന്. ഇവിടെ നിന്റെ കുട്ടികളെ നോക്കി ഇവിടുത്തെ ജോലികളും ചെയ്ത് മാത്രം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആ ഗ്രാനിയും മകനും തമ്മിൽ വഴക്ക് നടക്കുകയായിരുന്നു. അവരാകട്ടെ സെമ്പയോട് പറയുന്നുണ്ട് നീ ഈ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ. ഇവിടെ പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇവളുടെ ക്യാഷ് തന്നെയാണെന്ന് ഗ്രാനി മകനോട് പറയുന്നു. സെമ്പ ആകെ സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. എന്നാൽ ഗ്രാനിയും മകനും വഴക്ക് തന്നെയാണ്. ഒടുവിൽ വഴക്കുണ്ടാക്കി ഗ്രാനിയുടെ ബോധം പോകുന്നു. പെട്ടെന്ന് ആ മകൻ ആംബുലൻസ് വിളിക്കുകയും ഗ്രാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സെമ്പയും കാണുന്നുണ്ടായിരുന്നു. അവള് കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. ആ മകന്റെ കാല് പിടിച്ചിട്ടാണ് അവള് ഗ്രാനിയൊന്ന് കാണാൻ അകത്തേക്ക് കയറിയത്. കരഞ്ഞുകൊണ്ട് ഗ്രാനിയുടെ അടുത്തിരുന്ന് അവള് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കരുതെന്നും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും. പാതി ബോധത്തിൽ കിടക്കുന്ന ഗ്രാനി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. സങ്കടത്തോടെയാണ് അവൾ തിരിച്ച് റൂമിലേക്ക് പോയത്. പിന്നീട് അവളുടെ ബാൻഡിലുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയും അതിന്റെ അവസാന എഡിറ്റിംഗ് വർക്കുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് സെമ്പ ന്യൂസ് കാണുന്നത്. അവളുടെ നാട്ടില് മഴയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരുടെ വീട് നഷ്ടപ്പെടുകയും ഒരുപാട് പേർ മരിക്കുകയും ചെയ്തു. തന്റെ ഫാമിലിയും അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ കൂട്ടുകാരോടൊന്നും ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് എത്തുന്നു. ഒരുപാട് ടെൻഷനോടുകൂടി അവൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവളുടെ അമ്മയച്ഛനും സേഫ് ആയിട്ടിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം അവളെ കണ്ടതും അവരും എല്ലാം മറന്ന് അവളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവളോട് ഫോണിൽ സംസാരിച്ചിരുന്ന അച്ഛന്റെ ആ സുഹൃത്താകട്ടെ അവളോട് പറയുന്നുണ്ട് മണി പലതവണ നിന്റെ ഫോൺ നമ്പർ എന്നോട് ചോദിച്ചിരുന്നു. കുറെ തവണ ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ ഫോൺ നമ്പർ അവന് കൊടുത്തു എന്ന്. അവൻ നിന്നെ വിളിച്ചാരെന്നും ചോദിക്കുമ്പോൾ ഇല്ലാന്ന് അവള് പറയുന്നു. അവനിപ്പോൾ ചെയ്തതിലൊക്കെ കുറ്റബോധമുണ്ട്. നിന്റെ അമ്മയച്ഛനെയും ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതും അവൻ തന്നെയാണ്. അവരുടെ എല്ലാ കാര്യത്തിനും അവനെ ഓടി നടന്നത്. അതിനിടയ്ക്ക് അവൾക്ക് ജുന്നിന്റെ കോളും മറ്റു ഫ്രണ്ട്സിന്റെ കോളും ഒക്കെ വരുന്നുണ്ട്. അവൾ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താ നീ ഇതൊന്നും അറ്റൻഡ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അവിടേക്ക് പോകണമെന്ന് തോന്നുമെന്ന്. പിറ്റേന്നാകട്ടെ അവളെ മണി വന്ന് കാണുന്നുണ്ട്. ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. ക്ഷമ ചോദിച്ചു എന്ന് കരുതിയിട്ട് എന്നെ നീ തിരിച്ച് സ്വീകരിക്കുകയൊന്നും വേണ്ട. എന്നാൽ അവളെല്ലാം കേട്ടിട്ട് അവനോട് താങ്ക്സ് ആണ് പറയുന്നത്. കാരണം അവനപ്പോൾ ആ കൊറിയയിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവളുടെ ലൈഫും ഇത്രയും മാറിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫോണിൽ ജുന്നിന്റെ ഒരു മെസ്സേജ് വരുന്നു. അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും നീ ആരോടും ഒന്നും പറയാതെ പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അവൻ സംസാരിക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു മാസ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് എയർപോർട്ടിൽ നിന്നും അവൾ ഇറങ്ങിയ സമയത്ത് മാസ്ക് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് മാജിക് കാണിച്ചത് ഇവനായിരുന്നു എന്ന്. ഞാൻ ആ വീഡിയോയിൽ അവളോട് പറയുന്നുണ്ട് എയർപോർട്ടിന്റെ അടുത്ത് ഞാൻ നിന്നപ്പോൾ നീ ഒരുപാട് വിഷമത്തിൽ ഇറങ്ങി വന്നത്. ആ സമയം നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങനെ ഒരു നോട്ട് എഴുതി നിനക്ക് തന്നത്. അന്ന് അവളെ മദ്യപിച്ചിട്ട് ആ ബാറിൽ നിന്നും കാശ് കൊടുക്കാതെയാണല്ലോ ഇറങ്ങിപ്പോയത്. ആ കാശും കൊടുത്തത് അവനായിരുന്നു. അവൾ ആ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്നും വയലിൻ വായിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയതും അവളുടെ കൂട്ടുകാരെല്ലാം അവളെ തേടി അവളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി അവൾ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ കണ്ണ് ജുന്നിനെ തേടുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജുന്നു അവിടേക്ക് വന്നു. അവരെല്ലാവരും ഒരുമിച്ച് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയും ആ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊറിയയിൽ അവള് പോയിട്ട് അവിടെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയും അവളെ തേടി അവരിവിടെ വരികയും ചെയ്തതൊക്കെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അവളുടെ അച്ഛനാകട്ടെ അവളോട് പറയുന്നുണ്ട് നീ ഇനി ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല എന്ന്. നിനക്ക് കൊറിയയിലേക്ക് പോകാനല്ലേ ആഗ്രഹം. അവിടെ പോയി നീ ജോലി ചെയ്ത് അവിടെ തന്നെ താമസിക്ക്. കുറച്ചു കഴിയുമ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഞങ്ങൾക്കും അവിടെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ മനസ്സെന്ത് പറയുന്നോ അത് മാത്രം നീ ചെയ്താൽ മതി. അച്ഛന്റെ പെർമിഷനും കൂടി കിട്ടിയതോടെ അവൾ അവരുടെ കൂടെ വീണ്ടും കൊറിയയിലേക്ക് തിരിച്ചു പോകുന്നു. അനി താമസിച്ചിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ ആ വീട് റെന്റിന് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. അവള് പോയ ശേഷം അടച്ചിട്ടിരുന്ന അവരുടെ ഹോട്ടലിൽ പോയി അവൾ റീഓപ്പൺ ചെയ്യുന്നു. ഗ്രാനിയുടെ സ്വപ്നം താൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു അവൾ ആഗ്രഹിച്ചത്. കാരണം നാട്ടിൽ വെച്ച് ജുൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാനി അവൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് തന്നിട്ടുണ്ടെന്ന്. നിന്റെ കൂടെ ഞാൻ ചെലവഴിച്ച ദിവസങ്ങളെല്ലാം ഒരുപാട് നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കുറച്ചു നാളെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ ആ ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് സാധിച്ചല്ലോ. നീ എവിടെയായിരുന്നാലും ഹാപ്പി ആയിട്ടിരിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രാനി എവിടെയെന്ന് അപ്പോൾ ജുന്നിനോട് അവൾ ചോദിച്ചപ്പോഴാണ് ജുൻ പറഞ്ഞത് ഗ്രാനി
മരിച്ചുവെന്ന്. അതുകൊണ്ട് ഗ്രാനി ആഗ്രഹിച്ച പോലെ ഈ ഗ്രാനീസ് കിച്ചൺ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ അവൾ ആ ഹോട്ടൽ റീഓപ്പൺ ചെയ്യുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.